ഇന്ന് നമ്മുടെ 4 മണി സ്നാക്സ് ആണ്. നമ്മളിതാ കുറച്ച് ബ്രെഡ് 4 മണിക്കത്തെ സ്നാക്സ് ആണ് കേട്ടോ. കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യത്തിന് കുറച്ച് തേങ്ങ, ബ്രെഡ്, പിന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. തേങ്ങ കയ്യൊന്ന് വേണ്ട. അതിലേക്കൊരു 4 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. 4 മുട്ട. മധുരത്തിന് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. ടേബിൾ സ്പൂൺ അല്ല, ഇത്തിരി കൂടി എളുപ്പമുണ്ട് പഞ്ചസാര. ഒരു തുണ്ട് ഏലക്കായ, ഒരു നുള്ള് ഏലക്കായയുടെ പൊടി ഒക്കെ കൂട്ടിയിട്ട് നമ്മൾ ഇന്ന് ഈ ബ്രെഡ് എല്ലാം കൂടി മിക്സ് ചെയ്ത് പൊരിച്ചെടുക്കാൻ പോകുന്നു. എല്ലാം കൂടി കുഴച്ച് പരുവാക്കിയിട്ട് ഇത് നമ്മൾ പിന്നെ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് പൊരിച്ചെടുക്കാൻ പോകുന്നു കേട്ടോ. ഇനി നമ്മളൊരു പാൻ ചൂടാക്കുന്നു. പാൻ ചൂടാക്കി പാനിട്ട് അതിലേക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ബ്രെഡ്, മുട്ട, നാളികേരം, ഏലക്കാപ്പൊടിയൊക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ അതെടുത്തിട്ട് ഓരോ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ഓരോ ഉരുളകളാക്കിയിട്ട് നമ്മൾ പാനിൽ, ചൂടായ പാനിലിടും. അപ്പൊ ഞാൻ തൽക്കാലം ഇതിങ്ങനെ ഓരോന്നുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. 4 മണി പലഹാരമാണ് കേട്ടോ. ഓരോ ബോൾ പോലെ ആക്കിയിട്ടേ നമ്മുടെ എണ്ണയിലിടുന്നു. അപ്പൊ നമ്മുടെ ബ്രെഡ്, നാളികേരം, ഞാനൊരു പാക്കറ്റ് ബ്രെഡാണ് എടുത്തത്. ഒരു പാക്കറ്റ് ബ്രെഡ്, ഒരു മുറി നാളികേരം, 4 മുട്ട, 4 ടീസ്പൂൺ പഞ്ചസാര, ഒരു നുള്ള് ഏലക്കാപ്പൊടി, അതൊക്കെ കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ ബോളാക്കി എണ്ണയിൽ വറുത്തെടുക്കും. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ 4 മണിക്കത്തെ ചായയിലേക്കുള്ള സ്നാക്സ്, എൻ്റെ കുട്ടികൾക്കുള്ള സ്നാക്സ് ഇതാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കണം. ഞങ്ങളെന്നെ രുചിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ്, എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയത് കാരണമാവും. നിങ്ങളും ഉണ്ടാക്കി നോക്കുക. 4 മണിക്കത്തെ നല്ല രുചികരമായ ഒരു സ്നാക്സാണ്. ഓക്കെ.